മലയാള സിനിമാ ലോകത്തെ കാണാക്കാഴ്ചകൾ. സിനിമാ ലോകം ഞെട്ടുന്നു, മലയാളി ഞെട്ടുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് ഇതുവരെ ആരുമറിയാത്ത രഹസ്യങ്ങൾ. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ട ആ വലിയ നിഗൂഢ രഹസ്യം? മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്നോ നടിമാർക്ക് അവസരം ലഭിക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നതാണോ ഹേമ കമ്മിറ്റി കണ്ടെത്തിയ വലിയ കാര്യം? മലയാള സിനിമാ രംഗത്ത് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം സ്ത്രീകൾക്ക് ഇല്ല എന്നതാണോ ഇവർ കണ്ടെത്തിയത്? ഇത് കേരളം ഞെട്ടാൻ പാകത്തിലുള്ള ഒരു റിപ്പോർട്ടാണോ? മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാത്തവരാണോ നമ്മൾ? ഈ വാർത്ത കേട്ട് നിങ്ങൾ ആരെങ്കിലും ഞെട്ടിയോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഞെട്ടിയിട്ടില്ല. കാരണം ഹേമ കമ്മിറ്റി പുറത്തുവിട്ട ഈ റിപ്പോർട്ടിൽ മലയാളികൾ അറിയാത്തതായിട്ടൊന്നുമില്ല, ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല എന്ന് ഞാൻ പറയും. ഇതുവരെ പുറത്തു വന്നതിൽ ഇനി കൂടുതൽ എന്തെങ്കിലും പുറത്തു വരാനുണ്ടെങ്കിൽ അത് നമുക്ക് അപ്പോൾ നോക്കാം. പക്ഷേ ഇപ്പോൾ പുറത്തുവിട്ടു, കേരളം ഞെട്ടി, മലയാള സിനിമയിൽ മാഫിയ, ഒരാളെ പുറത്താക്കി എന്നൊക്കെ പറയുന്നത് ഒരു തരം നാടകമായിട്ടാണ് ഞാൻ കാണുന്നത്. മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ട് വേണോ നമുക്ക് മനസ്സിലാക്കാൻ? എത്ര കഥകൾ, അങ്ങാടിപ്പാട്ടാണ് പലതും. സിനിമക്കാർ തന്നെ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വിദേശ ഷോകളിൽ നടിമാരെ കൊണ്ടുപോകുന്നത് മെരുക്കിയെടുക്കാനാണ് പോലും കമ്മീഷന്റെ കണ്ടെത്തലാണ്. ഞാൻ പറയുന്നത് ഹേമ കമ്മീഷൻ പറയുന്നത് തെറ്റാണ് എന്നല്ല, 100% ശരിയാണ്. ആ പറഞ്ഞതെല്ലാം മലയാള സിനിമയിൽ നടക്കുന്നത് തന്നെയാണ്, ഇപ്പോഴും നടക്കുന്നുമുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ മാഫിയയുണ്ട്, കാസ്റ്റിംഗ് കൗച്ചുണ്ട്, ഇടനിലക്കാരുണ്ട്, പല സിനിമാ സെറ്റുകളിലും പെൺവാണിഭം വരെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. ഇത് ഹേമ കമ്മിറ്റി കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ പോലീസിനറിയാം, മന്ത്രിമാർക്കറിയാം, ഭരണ സംവിധാനത്തിനറിയാം, അധികാരികൾക്കറിയാം. പക്ഷേ നടപടിയെടുക്കാൻ ആർക്കാണ് കഴിയുക? ഒരാൾക്കും കഴിയില്ല. ഇരയാക്കപ്പെടുന്ന സ്ത്രീ പരാതി നൽകാതെ ഒരു നിയമ സംവിധാനത്തിന് പോലും ഒരാളെ തൊടാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ നിയമം പറയുന്നത് അങ്ങനെയാണ്. ഇനി കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടി നടിമാരെ അഡ്ജസ്റ്റ്മെന്റിന് നിർബന്ധിക്കുന്നത് അതൊരു ഒഫൻസാണ് എന്ന് തന്നെ വെക്കുക. അത് സിനിമാ മേഖലയിൽ മാത്രമാണോ ഉള്ളത്? സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർ സിനിമക്കാർ മാത്രമാണോ? രാഷ്ട്രീയക്കാരില്ലേ? കോർപ്പറേറ്റുകൾ ചെയ്യുന്നില്ലേ? വലിയ വലിയ സ്ഥാപനങ്ങളിൽ പ്രൊമോഷൻ നൽകാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ ചൂഷണം ചെയ്ത എത്രയെത്ര കേസുകളുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. സമൂഹത്തിന്റെ ഏത് മേഖലയിലും ചൂഷണത്തിന് വിധേയരാകുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇങ്ങനെ ചൂഷണത്തിന് നിന്നുകൊടുക്കാത്ത സ്ത്രീകളുമുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള അവസരങ്ങൾ വേണ്ട എന്ന് ആർജവത്തോടെ പറയുന്ന നിരവധി സ്ത്രീകളുണ്ട് സമൂഹത്തിൽ. അവർക്ക് അവസരങ്ങൾ കുറവായിരിക്കും, പക്ഷേ അവർക്ക് അഭിമാനമുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് മലയാള സിനിമയിലെ നടിമാർക്ക് ഇങ്ങനെ പറയാൻ കഴിയാതെ പോകുന്നത്? സിനിമാ ലോകത്തെ താരത്തിളക്കം കണ്ട് പലർക്കും കണ്ണുമഞ്ഞളിച്ചു പോയി. പണം, സിനിമാ താരത്തിന്റെ ഗ്ലാമർ, ചുറ്റും ആരാധകർ, ഇതൊക്കെ നേടിയെടുക്കാൻ പറയുന്നതൊക്കെ ചെയ്യാൻ തയ്യാറുള്ള ഒരു വിഭാഗം ഉണ്ടാകുന്നു എന്നതാണ് സത്യം. ഇനി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ നോക്കുക. ഏതെങ്കിലും ഒരു നടന്റെ പേര് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടോ? ഈ റിപ്പോർട്ടിൽ വലിയ താരങ്ങൾക്ക് വരെ പങ്ക്. ആരാണ് ഈ വലിയ താരങ്ങൾ? എന്തുകൊണ്ടാണ് ആ താരങ്ങളുടെ പേര് പറയാൻ വേണ്ടി? ഒരു നടനെ പുറത്താക്കി എന്ന് പറയുന്നു, സീരിയലിൽ പോയി അവിടെയും ഒതുക്കി എന്ന് പറയുന്നു. ആരാണ് ഈ നടൻ? 15 പേരടങ്ങുന്ന ഒരു വലിയ സംഘം, ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നു. ഇവരുടെ ഒന്നും പേര് ഈ കമ്മീഷൻ പറയാതെ പോയത് എന്തുകൊണ്ടാണ്? കമ്മീഷൻ പറയാതെ പോയതാണോ അതോ സർക്കാർ ഇത് മൂടി വെച്ചതിന് ശേഷം പുറത്തുവിട്ടതാണോ എന്നറിയില്ല. ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ആ പേരുകൾ പറഞ്ഞിട്ടും അത് പുറത്തു വിടാതിരിക്കുന്നത് സർക്കാരാണെങ്കിൽ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, മലയാള സിനിമ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകും. ഇത് ചാനലുകൾക്കൊക്കെ ആഘോഷിക്കാൻ, കേരളം ഞെട്ടി എന്നൊക്കെ പറയാനുള്ള ചില ന്യൂസുകൾ അല്ലെങ്കിൽ ചില അവസരങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാള സിനിമ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകും. മലയാള സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇനിയും സഹോദരിമാർക്ക് അവരുടെ ഇഷ്ടത്തിന്, ഈ സിനിമ തബ്രാക്കന്മാരുടെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടി വരും. ഒരു തർക്കവുമില്ല അക്കാര്യത്തിൽ. കാരണം പ്രോപ്പറായ ഒരു അന്വേഷണമോ പ്രോപ്പറായ ഒരു നടപടിയോ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 4 വർഷം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനമുണ്ട്. ഈ ഹേമ കമ്മീഷൻ, ഇങ്ങനെ ഒരു കമ്മീഷൻ വരാനും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാവാനും ഒക്കെ കാരണവും സിനിമാ മേഖലക്കകത്തുള്ള നടിമാർ തന്നെയാണ്.
അവരുടെ സ്ട്രോങ് നിലപാട്, അവരുടെ എല്ലാം തുറന്നു പറയാനുള്ള ആർജവം ഇതിനെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാകും. പക്ഷേ ഞാനിപ്പോഴും കരുതുന്നു, ഈ മലയാള സിനിമ ശുദ്ധീകരിക്കപ്പെട്ടേനെ, ഈ മലയാള സിനിമ ഒരു മാറ്റത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നേനെ. റിപ്പോർട്ടിലൂടെ ആ പേരുകൾ പുറത്തുവിട്ടിരുന്നെങ്കിൽ, മലയാള സിനിമയിലെ ഏറ്റവും തലമുതിർന്ന നടന്മാർ, പ്രമുഖ നടന്മാർ എന്നൊക്കെ പറയുന്നതിന് പകരം ആ പ്രമുഖ നടന്റെ പേര് പരാമർശിച്ചിരുന്നെങ്കിൽ, അർദ്ധരാത്രി ഏതോ നടിയുടെ വാതിലിൽ രാത്രി 12 മണിക്ക് 2 മണിക്ക് വാതിലിൽ പോയി മുട്ടിയ ഒരു സംവിധായകനുണ്ടെന്ന് പറയുന്നു, ആ സംവിധായകന്റെ പേര് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ, 15 അംഗങ്ങളുള്ള വലിയ ഗ്രൂപ്പ് മാഫിയ സംഘം, ആ സംഘമാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുമ്പോൾ, ആരാണ് ആ 15 അംഗ സംഘം? ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്? ഇത് ഈ റിപ്പോർട്ടിൽ അക്കമിട്ടവരുടെ പേര് സഹിതം വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ മലയാള സിനിമ ശുദ്ധീകരിക്കപ്പെട്ടേനെ, മാറ്റങ്ങൾ ഉണ്ടായേനെ. ഒരു പെൺകുട്ടിക്ക് ധൈര്യപൂർവ്വം സിനിമക്കകത്തേക്ക് കടന്നു ചെല്ലാനുള്ള ധൈര്യം ലഭിച്ചേനെ. ഇനി മറ്റൊരാൾ ഇത് ആവർത്തിക്കാതിരിക്കാനെങ്കിലും ശ്രദ്ധിച്ചേനെ. പക്ഷേ ഉണ്ടായില്ല. എല്ലാവരുടെയും പേരുകൾ പൂഴ്ത്തിവെച്ചു. എല്ലാവരും പ്രമുഖരായി, പ്രമുഖ സംവിധായകനായി, പ്രമുഖ നടനായി, പ്രമുഖ നടിയായി, പ്രമുഖ സിനിമയുടെ സെറ്റായി, എല്ലാം പ്രമുഖ, ആർക്കും പേരില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ പരാജയം.